ഉൽപ്പത്തി 16-ാം അധ്യായം. അബ്രാമിൻ്റെ ഭാര്യ സാറായി പ്രസവിച്ചിരുന്നില്ല. അവൾക്ക് ഹാഗാർ എന്നു പേരുള്ള ഈജിപ്തുകാരിയായ ഒരു പരിചാരിക ഉണ്ടായിരുന്നു. സാറായി അബ്രാമിനോട് പറഞ്ഞു, ഇതാ, പ്രസവിക്കുന്നതിൽ നിന്ന് കർത്താവ് എന്നെ തടഞ്ഞിരിക്കുന്നു. അങ്ങ് എൻ്റെ പരിചാരികയെ പ്രാപിക്കുക. ഒരുപക്ഷേ അവളിൽ നിന്ന് ഞാൻ പുത്രലബ്ധയാകും. അബ്രാം സാറായിയുടെ വാക്ക് ശ്രവിച്ചു. അബ്രാമിൻ്റെ കാനാൻ ദേശവാസം 10 വർഷം പിന്നിട്ടപ്പോൾ അബ്രാമിൻ്റെ ഭാര്യ സാറായി തൻ്റെ പരിചാരികയായ ഈജിപ്തുകാരി ഹാഗാറിനെ ഭർത്താവായ അബ്രാമിന് ഭാര്യയായി നൽകി. അവൻ ഹാഗാറിനെ പ്രാപിക്കുകയും അവൾ ഗർഭം ധരിക്കുകയും ചെയ്തു. താൻ ഗർഭിണിയാണെന്ന് കണ്ടപ്പോൾ തൻ്റെ യജമാനത്തി അവളുടെ ദൃഷ്ടികളിൽ വിലകെട്ടവളായി തീർന്നു. അപ്പോൾ സാറായി അബ്രാമിനോട് പറഞ്ഞു, എൻ്റെ ദുരിതം നിങ്ങളുടെ മേൽ ആയിരിക്കട്ടെ. ഞാനാണ് എൻ്റെ പരിചാരികയെ നിങ്ങളുടെ മാറിലേക്ക് വിട്ടുതന്നത്. പക്ഷേ അവൾ ഗർഭിണിയാണെന്ന് കണ്ടപ്പോൾ ഞാൻ അവളുടെ ദൃഷ്ടികളിൽ വിലകെട്ടവളായി. എനിക്കും നിങ്ങൾക്കും മധ്യേ കർത്താവ് ന്യായം വിധിക്കട്ടെ. അബ്രാം സാറായിയോട് പറഞ്ഞു, ഇതാ, നിന്റെ പരിചാരിക നിന്റെ കയ്യിൽ തന്നെയാണ്. നിന്റെ ദൃഷ്ടിയിൽ ശരിയായത് അവളോട് ചെയ്തു കൊള്ളുക. സാറായി അവളെ കഷ്ടപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ അവൾ അവളുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി. എന്നാൽ കർത്താവിൻ്റെ ദൂതൻ മരുഭൂമിയിലുള്ള ഒരു നീരുറവയുടെ ഷൂറിലേക്കുള്ള വഴിയിലുള്ള ഉറവയുടെ അരികെ അവളെ കണ്ടെത്തി. അവൻ ചോദിച്ചു, സാറായിയുടെ പരിചാരികയായ ഹാഗാർ, നീ എവിടെ നിന്ന് വരുന്നു? എങ്ങോട്ട് പോകുന്നു? അവൾ മറുപടി പറഞ്ഞു, ഞാൻ എൻ്റെ യജമാനത്തിയായ സാറായിയുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോവുകയാണ്. കർത്താവിൻ്റെ ദൂതൻ അവളോട് പറഞ്ഞു, നിന്റെ യജമാനത്തിയുടെ അടുത്തേക്ക് തിരിച്ചുപോയി നീ അവളുടെ കരങ്ങൾക്കു കീഴെ എളിമപ്പെടുക. കർത്താവിൻ്റെ ദൂതൻ അവളോട് തുടർന്നു പറഞ്ഞു, എണ്ണിയാൽ തീരാത്തവണ്ണം അത്രയധികമായി നിന്റെ സന്തതിയെ ഞാൻ തീർച്ചയായും വർദ്ധിപ്പിക്കും. കർത്താവിൻ്റെ ദൂതൻ അവളോട് പറഞ്ഞു, ഇതാ, നീ ഗർഭവതിയായിരിക്കുന്നു. നീ ഒരു പുത്രനെ പ്രസവിക്കും. ഇസ്മായേൽ എന്നു നീ അവന് പേരിടണം. കാരണം കർത്താവ് നിന്റെ കഷ്ടത ശ്രവിച്ചിരിക്കുന്നു. കാട്ടുകഴുതയ്ക്കൊത്ത മനുഷ്യനായിരിക്കും അവൻ. അവൻ്റെ കൈ എല്ലാവർക്കുമെതിരെയും എല്ലാവരുടെയും കൈ അവനെതിരെയും ആയിരിക്കും. തൻ്റെ എല്ലാ സഹോദരങ്ങൾക്കുമെതിരായി അവൻ വാസമുറപ്പിക്കും. തന്നോട് സംസാരിച്ച കർത്താവിന് അവൾ അത്താ ഏൽ റോയ് എന്നു പേരിട്ടു. കാരണം എന്നെ കാണുന്നവനായ ദൈവത്തെ പിന്നീട് ഞാനും ഇവിടെ വെച്ച് കണ്ടല്ലോ എന്ന് അവൾ പറഞ്ഞു. അതുകൊണ്ട് ആ കിണറിനെ ബേർ ലഹൈ റോയ് എന്ന് വിളിച്ചു. അത് കാദശിനും ബേരദിനും ഇടയ്ക്കാണ്. ഹാഗാർ അബ്രാമിന് ഒരു പുത്രനെ പ്രസവിച്ചു. ഹാഗാർ പ്രസവിച്ച തൻ്റെ പുത്രന് അബ്രാം ഇസ്മായേൽ എന്ന് പേരിട്ടു. ഹാഗാർ അബ്രാമിനു വേണ്ടി ഇസ്മായേലിനെ പ്രസവിക്കുമ്പോൾ അബ്രാമിന് 86 വയസ്സായിരുന്നു.